Hello guys, it's me Rahul Fabi. Welcome to Fabs on Wheels. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ചെയ്ത വർക്കിൻ്റെ ബാലൻസ് ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യും. നമ്മുടെ 10ാമത്തെ എപ്പിസോഡാണ്, റിസ്റ്റോറേഷനിലെ 10ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ആ ലാസ്റ്റ് പ്ലേലിസ്റ്റിലുള്ള ഈ റിസ്റ്റോറേഷനിലെ എല്ലാ വീഡിയോസും ഒന്ന് കാണാം. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട. വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും ഇടാൻ പോകുന്നത്. എനിവേ നമുക്ക് എന്തായാലും കൂടുതലായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യപ്പോൾ നമുക്ക് എന്തായാലും എപ്പിസോഡിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ റണ്ണിങ് ബോർഡിൻ്റെ സൈഡ് വർക്ക് നമ്മൾ ചെയ്തു, അത് പുറത്തുള്ള ആ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്തുള്ള ആ ഒരു വർക്കിൻ്റെ കാര്യം നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പിന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ആ റണ്ണിങ് ബോർഡിൻ്റെ അകത്തുനിന്നും അകത്തുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബാലൻസ് ഉള്ള വർക്കും കൂടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ ചെയ്ത വർക്കാണത്. ഇപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് മനോട്ടം വെച്ചിട്ടുണ്ട്, അത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റണ്ണിങ് ബോർഡിൻ്റെ അകത്തുള്ള വർക്കും ഈ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ നമുക്ക് ഇന്ന് കാണാം. ഓക്കെ, നമ്മുടെ മനോട്ടൻ പ്ലാറ്റ്ഫോമൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഹോളിഡേ ആണ്, പക്ഷേ മനോട്ടന് ലീവൊന്നുമില്ല. നമ്മുടെ ss80 എങ്ങനെയും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുട്ടൻ കഷ്ടപ്പാടിലാണ് മനോട്ടൻ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ ഇതാ കണ്ടില്ലേ, റണ്ണിങ് ബോർഡ് ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ മനോട്ടന് ഭയങ്കര കമൻ്റ് ആയിരുന്നു കേട്ടോ. മനോട്ടൻ ഇപ്പോൾ ഫാൻസൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് നോക്കിയേ, ചിരി കണ്ട. അപ്പോൾ ഒരുപാട് ഫാൻസ് മനോട്ടനുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. അതിപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ ബേസിക്കലി നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, റണ്ണിങ് ബോർഡിൻ്റെ അകം മനോട്ടൻ പറഞ്ഞു പറഞ്ഞാൽ അകത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് പുറത്തോട്ട് എടുത്തിട്ടൊന്ന് കാണിച്ചാൽ മനോട്ടാ. അപ്പോൾ നമ്മൾ പുറത്ത് ഒന്ന് കിട്ടാം, താഴെ ഒന്ന് വെച്ചാൽ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മനോട്ടിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ, നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുമ്പോഴത്തെ ഇതൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മേക്ക് ചെയ്ത വീഡിയോസ് എടുക്കാമായിരുന്നത്. അപ്പോൾ ഈ ഒരു റണ്ണിങ് ബോർഡിൻ്റെ ഉള്ളിൽ വരുന്നൊരു പാർട്ടാണിത്. ഇപ്പോൾ ഇതിന്ന് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്തായാലും വെൽഡ് ചെയ്യുന്നുണ്ടല്ലേ. വെൽഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു അകത്തുനിന്ന് ചെയ്തു വെച്ചാൽ ആ ഒരു ഫ്ലാറ്റിൻ്റെ പാർട്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇത് പെട്ടെന്ന് ഇടാവുന്നുള്ളൂ, പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ ഉള്ളൂ നമുക്ക് വർക്ക്ഷോപ്പിൽ പാച്ച് വർക്കിന് വേണ്ടിയിട്ട്. അത് മനോട്ടൻ മാത്രമാണ്. മനോട്ടൻ വേറെ അസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആൾ തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കി. ഈ ഒരു ഹോൾസ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു ഇവിടുന്ന് വരുന്ന ആ ഒരു പഞ്ചിങ് ഒക്കെ ആയാലും കക്ഷി സ്വന്തമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മേ ബി അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ളൊരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ലെങ്ത്തിലുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ലെങ്തിയുള്ള വീഡിയോസ് നമ്മളിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മേ ബി ഒരു ലാഗ് ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു പാച്ച് വർക്ക് തീരുന്നതും വരെ നമുക്ക് എന്തായാലും ഈ ഷോർട്ട് വീഡിയോസ് നമുക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതിനി അകത്ത് വെച്ച് വെൽഡ് ചെയ്യാൻ പോവാണ് അല്ലേ. I'm just sitting here, I got time, it's clear to see. From up here, the world seems small. We can sit together, it's so beautiful, you and me. We meant to be in the great outdoors, forever free. Take a step back to see the truth around you. From a distance you can tell. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആ പഴയ പീസ് ഇതിനകത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമ്മളവിടെ കാണുന്ന റണ്ണിങ് ബോർഡ് നമ്മൾ റെഡിയാക്കി വെച്ചാണ്. ഇനി അകത്തുള്ള പീസാണ് നമ്മളിപ്പോൾ എന്തായാലും വെക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഇനി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. കാര്യം ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഉള്ളൂ ഇനി വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇനി പീസുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള നിങ്ങളിപ്പോൾ കാണുന്ന പീസുകളൊക്കെ നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഓരോ സൈഡ് തീർത്തായിരിക്കും നമ്മൾ ഓരോ സൈഡിലോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ എന്തായാലും കാണുക. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.